ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരി അരക്കാണ്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടിയാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പൊടിക്ക് 1/2 ഗ്ലാസ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്രയും മതി കേട്ടോ, തേങ്ങ കൂടി പോകേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ 5 ml ടീസ്പൂണാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒരു 2.5 ഗ്ലാസ്സൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. നമ്മൾ തേങ്ങ ചേർക്കുന്ന കാരണം തന്നെ ചെറിയൊരു മധുരം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഈസ്റ്റ് ചേർത്ത കാരണം തന്നെ ഒരു 2 മണിക്കൂർ എന്തായാലും പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറാകുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെ നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊങ്ങാൻ എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം നിങ്ങൾ മാറ്റി വെക്കുക. ഇപ്പോൾ രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അരച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഞാനിവിടെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പ ചട്ടിയാണെങ്കിൽ അതിൽ ചുട്ടെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ പാലപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ചട്ടിയിൽ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ നോൺ സ്റ്റിക്കിൽ ചുടുന്നേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ നാടൻ ചട്ടികളിൽ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ് കേട്ടോ. അരി കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അരച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തവയിൽ ദോശത്തവ ഉണ്ടല്ലോ, ആ തവയിലും ഇതുപോലെ നിങ്ങൾക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഇനി സാധാരണ നമ്മൾ ദോശക്കല്ലിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. ഏത് ചട്ടിയിൽ വേണം ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവല്, ഉഴുന്ന്, അതുപോലെ അരി ഒന്നും ഇല്ലാത്ത സമയത്ത് സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നൊരു പോലെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. സോഡാപ്പൊടി, ഈസ്റ്റ്, അവല്, ഉഴുന്ന് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് തന്നെ ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഒരു 3 കപ്പ് പച്ചരി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതേ കപ്പ് അളവിൽ തന്നെ നമ്മൾ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ് എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം നമ്മൾ അരി അളന്ന അതേ കപ്പ് തന്നെ അളന്നെടുത്താൽ മതി. അത് ഇനി ഗ്ലാസ് ആണെങ്കിലും കപ്പാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ വെള്ളമാണ് ചേർക്കുന്നത്. തേങ്ങാവെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പച്ചവെള്ളമല്ല കേട്ടോ, തേങ്ങാവെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നല്ല പോലെ ഒന്ന് അരച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ അരിയും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ 3 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ് എന്നുള്ള അളവ് തന്നെ എടുക്കുക. പിന്നെ തേങ്ങാവെള്ളത്തിൽ മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേങ്ങാവെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. നമ്മളിതിലേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈസ്റ്റ്, സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഒരു രാത്രി എന്തായാലും വെക്കണം. നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അരച്ചിട്ട് നമുക്ക് രാവിലെ എടുക്കാം. ഇനി വൈകുന്നേരത്തിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാണ്ട് പൊടി
പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് രാവിലെ തുറന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. രാത്രി തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിപ്പ് വരും കേട്ടോ മാവിന്. അപ്പോൾ നന്നായിട്ട് പുളിച്ചതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതി അറിയുന്ന ഒരുപാട് ആളുണ്ടാവും കേട്ടോ. പക്ഷെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറയണത്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടി വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ അങ്ങനെ വേണേലും ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള ചട്ടികളിലും നമുക്ക് ചുട്ടെടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. ഇനി നന്നായിട്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. സാധാരണ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തുണ്ടാക്കുന്നേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതി അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇളനീറൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് കഴുകി വാരിയെടുത്തിട്ടുള്ള പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് കുതിർത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ഇളനീറിൻ്റെ വെള്ളം മുഴുവനായിട്ടും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ നിങ്ങൾ അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഇളനീർ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഇളനീറിൻ്റെ കാമ്പ് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ഇളനീറിൻ്റെ വെള്ളം 1 ഇളനീറിൻ്റെ കാമ്പുമാണ് നമ്മൾ ഈ ഒരു 2 കപ്പ് പച്ചരിയിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അളവുകളൊന്നും തെറ്റണ്ട. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 1 ഇളനീറിൻ്റെ കാമ്പ് മുഴുവനായിട്ടും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ്. ഞാൻ 1 ഗ്ലാസ് മുഴുവനായിട്ടും ചോറ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളം കൂടെ ഒക്കെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുക. ഇളനീറിൻ്റെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതന്നെ ചേർക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള അരിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇളനീർ ചേർത്തിട്ടുണ്ടാക്കുന്ന അപ്പമായത് കാരണം തന്നെ പാലപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചിട്ട് മുഴുവനായിട്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും നല്ല പോലെ തന്നെ ഒരു തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാത്രിയൊക്കെ അരച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റും. ഇല്ല വൈകുന്നേരത്തിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെയൊക്കെ അരച്ചു വെച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അരച്ചു വെക്കണം കേട്ടോ നിർബന്ധമായിട്ടും. നമ്മളിതിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഇത് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ രാത്രി അരച്ചു വെച്ചിട്ട് നമുക്ക് രാവിലെ തുറന്നിട്ട് ഉപ്പും മിക്സ് ചെയ്തിട്ട് നമുക്കിത് അപ്പമായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഇതിൽ ഇനി ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തുറന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ രാത്രി തന്നെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പുളിച്ചു പോവും. അതുകൊണ്ട് ഉപ്പ് രാവിലെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ തേങ്ങൻ്റെ ഇളനീരും ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ തേങ്ങയും തേങ്ങാവെള്ളം ചേർത്തിട്ട് ഈ ഒരു അപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇളനീർ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഒരു പാലപ്പത്തിൻ്റെ ചട്ടി തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ചീനച്ചട്ടിയിലും നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ദോശയുടെ തവയിലും നമുക്കിത് ഇങ്ങനെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. തുറന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ നല്ല അപ്പമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റൂ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബീഫോ ചിക്കനോ ഒക്കെ നിങ്ങൾക്ക് കറി അല്ലെങ്കിൽ റോസ്റ്റൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.